നമ്മൾ പ്രതീക്ഷിച്ചത് കൂടുതൽ കുറേ വാഗ്ദാനങ്ങൾ തന്നിട്ട് പോകുമെന്നുള്ളതായിരുന്നു. അത് ചെയ്തില്ല എന്നുള്ളൊരു നല്ല കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഇതിനകത്ത് കൂടുതൽ അലോക്കേഷൻ അതിൻ്റെ ഔട്ട്കം ഉണ്ട്. അത്തരത്തിലുള്ള ഒരു ബജറ്റ് തന്നെ. പക്ഷേ വ്യവസായ ലോകവും മറ്റും വളരെ വലിയ പ്രതീക്ഷയാണ് ഇന്നലെയും മറ്റും വെച്ച് പുലർത്തിയിരുന്നത്. ഒരുപാട് ഇളവുകൾ ആവശ്യമായ ഒരു ഘട്ടമാണ്. ടെക്സ്റ്റൈൽ മേഖലയാണെങ്കിലും ജെം മേഖലയിലാണെങ്കിലും അതുൾപ്പെടെയുള്ള മേഖലകളിലെല്ലാം വലിയ തരത്തിലുള്ള ഇളവുകൾ ആവശ്യമാണ്, കൂടുതൽ പദ്ധതികൾ ആവശ്യമാണ്, പാക്കേജ് തന്നെ ആവശ്യമാണ് എന്ന നിലയ്ക്ക്. അത്തരത്തിൽ നോക്കുമ്പോൾ ഈ ബജറ്റിനെ എങ്ങനെ വേണം കാണാൻ? ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇൻഡസ്ട്രീസ് ആണെങ്കിലും ബാക്കി സാധാരണക്കാരനാണെങ്കിലും പ്രതീക്ഷിച്ചിരുന്ന പല കാര്യങ്ങളും, അതായത് ഈ ആഗോള മാന്ദ്യത്തിൻ്റെ അവശത അനുഭവിക്കുന്ന ഒരു സാമ്പത്തിക മേഖലയ്ക്ക് നൽകേണ്ടിയിരുന്ന ഒരു ഇഞ്ചക്ഷൻ നൽകാൻ ധനമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും ടാക്സിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഹൗസിംഗ് സെക്ടർ വളരെയധികം പിന്നോട്ട് പോയി, തൊഴിലവസരങ്ങൾ വളരെയധികം കുറഞ്ഞു. സാധാരണക്കാരന് ഒരു ഭവന പണിയുക അല്ലെങ്കിൽ വാങ്ങിക്കുക എന്നുള്ളത് വിദൂര സ്വപ്നമായി അവശേഷിക്കുന്ന ഈ അവസരത്തിൽ ഇൻകം ടാക്സ് റിലീഫുകൾ, ഭവന വായ്പയുടെ പലിശയ്ക്കും മുതൽ തിരിച്ചടവിനുമൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ഇളവുകൾ യാതൊന്നും പ്രഖ്യാപിക്കുകയുണ്ടായില്ല. പുതിയതായിട്ട് നികുതികൾ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, നികുതി ഇളവുകളും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അതായത് 2007-2008 സാമ്പത്തിക വർഷത്തെ ഷെഡ്യൂൾ പ്രകാരമുള്ള എല്ലാ നികുതി നിരക്കുകളും ഓട്ടോമാറ്റിക്കായിട്ട് ഈ വർഷത്തേക്ക് ഈ ഇൻട്രീം ബഡ്ജറ്റിലേക്കും കൂടെ ബാധകമാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം, നമ്മൾ കയറ്റുമതി മേഖല ആദ്യമായിട്ടൊരു നെഗറ്റീവ് ഫിഗർ കാണിച്ചിരിക്കുന്നതിന് ഒരു സപ്ലിമെൻ്റ് ചെയ്യാൻ യാതൊരുവിധ നടപടിയും ഈ ബജറ്റിൽ ഉണ്ടായിട്ടില്ല. ഇടക്കാല ബജറ്റ് എന്ന് അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഈ പ്രഖ്യാപനങ്ങളൊന്നും വേണ്ടായിരുന്നു, വോട്ട് ഓൺ അക്കൗണ്ട് മാത്രം പാസ്സാക്കിയാൽ മതിയായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശ്രീ ജോസഫ് വർഗീസ്, ഇടപെടാൻ ശ്രമിക്കുക. ഈ ഇടക്കാല ബജറ്റ് ആണ് എന്നതുകൊണ്ട് തന്നെ അത്തരത്തിൽ നികുതി സംബന്ധമായ വിശദാംശങ്ങളിലേക്ക് ബജറ്റ് പോകില്ല എന്ന സൂചനകൾ വളരെ വ്യക്തമായി തന്നെ ഉണ്ടായിരുന്നു. ആവശ്യങ്ങൾ വ്യക്തമായി തന്നെ പരോക്ഷ നികുതിയാണെങ്കിലും പ്രത്യക്ഷ നികുതിയുടെ കാര്യത്തിലാണെങ്കിലും കൂടുതൽ ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു, സത്യമാണ്. പക്ഷേ അതിലേക്കൊന്നും ഒരുപക്ഷേ ഈ ഘട്ടത്തിൽ സർക്കാർ കടക്കില്ല എന്നത് വ്യക്തമായിരുന്നില്ലേ? സൂചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു ഫിനാൻഷ്യൽ കറക്ഷൻ ആവശ്യമായത് ഈ ആഗോള സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടാണ്. അതുകൊണ്ട് ചെറിയ രീതിയിലുള്ള കറക്ഷൻസ് അല്ലെങ്കിൽ റിലീഫുകൾ കൊടുക്കാനുള്ള സാധ്യത ഗവൺമെൻറ്റിന് മുന്നിലുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എക്സ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു സപ്പോർട്ട് നമ്മൾ ഇലക്ഷന് മുമ്പ് തന്നെയുള്ള ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ എക്കണോമിയിലേക്ക് ഏകദേശം 2,46,00,000 കോടി രൂപയാണ് റിസർവ് ബാങ്ക് ഇൻജക്റ്റ് ചെയ്തത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് എങ്ങനെയാണ് ഇത് മീറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. അതായത് ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഇപ്പോൾ ഓഫ് ബാലൻസ് ഷീറ്റ് ഐറ്റംസിനെ പറ്റി ഇപ്പോഴും നമ്മൾ മിണ്ടുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഈ കർഷകരുടെ വായ്പ എഴുതി തള്ളിയതും പേ കമ്മീഷൻ്റെ അരിയേഴ്സ് നൽകിയ എല്ലാം ഓഫ് ബാലൻസ് ഷീറ്റായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ഫിസിക്കൽ ഡെഫിസിറ്റ് കഴിഞ്ഞ കൊല്ലത്തെ റിവൈസ് എസ്റ്റിമേറ്റ്സ് ഏകദേശം 1,40,000 കോടി രൂപയിൽ നിന്നും 2 ലക്ഷം കോടി രൂപയിലേക്ക് ഉയരുമെന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ലാതെ പോകുന്നു. അതുകൊണ്ട് തന്നെ ഒരു നയപരമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ തന്നെയും ഈ ഫിസിക്കൽ എലക്ഷൻ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ അഡ്മിനിസ്ട്രേറ്റീവായിട്ട് നമ്മൾ ഈ രംഗത്തേക്ക് നടത്തിയിട്ടുള്ള പല പ്രയോജനപ്രദമായിട്ടുള്ള കാര്യങ്ങളും ബജറ്റിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ തിരിച്ചെത്താം. ശ്രീ CP ജോൺ, അത്തരത്തിൽ പ്രതീക്ഷ നിലനിർത്താനാകാത്ത ബജറ്റ് എന്ന നിലയ്ക്ക് സ്വാഭാവികമായി വ്യവസായ ലോകത്തുനിന്ന് പല ആവശ്യങ്ങൾ വരുന്ന ഘട്ടത്തിൽ